ഓക്കെ, മധു ചേരുന്നുണ്ട്. മധു, രാഹുൽ ഗാന്ധിയും ഒപ്പം പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ആ ക്യാമ്പിലേക്ക് എത്തുകയാണ്. അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ അവർ ചോദിച്ചറിയുകയാണ് ഇപ്പോൾ. ഗാന്ധിയും കെ.സി. വേണുഗോപാലും ഉണ്ട്. അവര് ക്യാമ്പിലേക്ക് എത്തിയിരിക്കുന്നു. ക്യാമ്പ് സന്ദർശിച്ചിരിക്കുന്നു. നേരത്തെ അവർ ഈ ആദ്യത്തെ ക്യാമ്പിന്റെ ഒക്കെ നോക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. കാരണം ഇപ്പോൾ ക്യാമ്പിലേക്ക് കടന്നു ചെല്ലുന്നത് സത്യം പറഞ്ഞാൽ അത്ര ഒരു അലോസരപ്പെടുത്തുമോ എന്നുള്ളൊരു സംശയം പലർക്കുണ്ട്. കാരണം ഭക്ഷണ നേരമാണ്. ആ സാഹചര്യത്തിൽ കുറച്ചുകൂടി ഒതുക്കത്തോടെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും അത് എത്രത്തോളം എന്നുള്ളത് അറിയേണ്ടതുണ്ട്. പക്ഷേ വയനാടിന്റെ MP ആയിരുന്ന രാഹുൽ ഗാന്ധി ഇപ്പോൾ ക്യാമ്പിലേക്ക് എത്തിയിരിക്കുന്നു. ആ ക്യാമ്പിലെ കാര്യങ്ങൾ അദ്ദേഹം ചോദിച്ചറിയുന്നു. വരും ദിവസങ്ങളിൽ ഇത് പ്രധാനപ്പെട്ട കാര്യം പ്രതീക്ഷ, ഇത് ഒരാളെത്തുന്നു എന്നതിനേക്കാളൊക്കെ അപ്പുറത്ത് ഇനി കടന്നു പോകേണ്ടുന്ന ഈ മേഖലയ്ക്ക് മൊത്തത്തിൽ ഇനി കടന്നു പോകേണ്ടുന്ന കാര്യങ്ങളിൽ എത്രത്തോളം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പുനരധിവാസം തന്നെയാണ്. ആ പുനരധിവാസ പ്രവർത്തനങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളത് അതീവ നിർണായകമാണ്. വളരെ പരിസ്ഥിതി ലോലമായ ഒരു മേഖല, നേരത്തെ അഭിലാഷ് അനന്തനൊക്കെ പറഞ്ഞ പോലെ അതീവ പരിസ്ഥിതി ലോലമായ ഒരു മേഖലയിലേക്ക് എങ്ങനെ ആ മേഖലയുടെ ഭാവി എന്ത് എന്ന് ഒരുപക്ഷെ പുനർനിർവചിക്കേണ്ടുന്ന ഒരു അവസ്ഥയിലൂടെയാണ് ഈ മേഖല കടന്നു പോകുന്നത്. 84-ലാണ് ആദ്യം മേപ്പാടിയിൽ ഈ പറയുന്നതിന് മുകളിലായി ഇപ്പോഴുള്ള ഈ പ്രദേശത്ത് ആദ്യത്തെ ഉരുൾപൊട്ടൽ ഉണ്ടായത് മുണ്ടക്കയിൽ. അന്ന് 15 പേരാണ് അവിടെ കൊല്ലപ്പെട്ടത്. അതിനുശേഷം പിന്നീട് 2019 പുത്തുമല. അതിന് ആ ഘട്ടത്തിൽ 10-25 വർഷം എടുത്തുവെങ്കിൽ ഇതിന്റെ ഫ്രീക്വൻസി വളരെ കൂടുന്നു എന്നുള്ളത് ഒരു പരിസ്ഥിതി അതീവ ലോല മേഖലാ പ്രദേശം എത്രത്തോളം പിന്നെയും അത് മനുഷ്യന് എത്രത്തോളം താമസിക്കാൻ പറ്റാതാകുന്നു എന്നുള്ള ഒരു കാര്യം കൂടി എത്തുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് കൂടുതൽ നേതാക്കൾ ഇവിടേക്ക് എത്തുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും ഇതിന് പിന്നാലെ എത്തും എന്നാണ് അറിയുന്നത്. എന്തായാലും ദേശീയ ശ്രദ്ധയിലേക്ക് നേരത്തെ എത്തിക്കഴിഞ്ഞ പ്രദേശം നമുക്ക് പലയിടത്തും നമ്മൾ കേട്ടിട്ടുണ്ട്. അതിന് സമാനമായ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ ഞാൻ ദേശീയ ശ്രദ്ധ എന്ന് പറയുന്നത് മരണസംഖ്യ വർദ്ധിക്കുന്നു എന്നതുകൊണ്ട് മാത്രമല്ല. ഈ മുണ്ടക്കൈ ദുരന്തത്തിൽ അസമിൽ നിന്നുള്ള ആളുകളുണ്ട്, ബീഹാറിൽ നിന്നുള്ള ആളുകളുണ്ട്, ഒഡീഷയിൽ നിന്നും UP-യിൽ നിന്നും ബംഗാളിൽ നിന്നും ഉള്ള ആളുകളെ നമ്മൾ കണ്ടു, തമിഴ്നാട്ടുകാരെ കണ്ടു, കർണാടകക്കാരെ കണ്ടു, ആ മലയാളികളുമുണ്ട്. അപ്പോൾ ഒരു ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നേപ്പാളിൽ നിന്നുള്ള ആളുകൾ പോലും ഇവിടെയുണ്ട്. അങ്ങനെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ ഈ ചെറിയ പ്രദേശത്ത് തൊഴിലെടുത്ത് താമസിക്കാനായി എത്തി നിൽക്കുന്നു എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ ഇന്ത്യയിലെ മുഴുവൻ ഇന്ത്യയെയും ഈ പ്രദേശത്തേക്ക് അവരുടെ ശ്രദ്ധ കൊണ്ടുവരുന്ന ഒന്നാകുന്നു. രാഹുലും പ്രിയങ്കയും ഞാൻ മനസ്സിലാക്കുന്ന അല്പസമയത്തിനുള്ളിൽ ഈ അടുത്ത മുറിയിലേക്ക് മാറുമെന്നാണ്. പക്ഷേ എനിക്കിപ്പോൾ അത് ക്യാമറയിൽ കാണിക്കാനാവില്ല. ഞാൻ നിൽക്കുന്ന മേപ്പാടിയിലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുകൾ നിലകളിൽ നിന്നെല്ലാം ഇവിടെ താമസിക്കുന്ന ആളുകൾ രാഹുലിനെയും പ്രിയങ്കയെയും അവർ എന്ത് പറയുന്നു എന്ന് കാണാൻ കൂടി കാത്തിരിക്കുന്നു. സൂചിപ്പിച്ചതുപോലെ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ആരെത്തുന്നു അല്ലെങ്കിൽ എങ്ങനെ എത്തുന്നു എന്നുള്ളതല്ല, അവർക്കൊക്കെ പുനരധിവാസം, ബാക്കി അവശേഷിക്കുന്ന ആളുകൾക്ക് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒപ്പം അവരെയൊക്കെ എന്ത് പറഞ്ഞ് നമ്മൾ സാന്ത്വനിപ്പിക്കും എന്നുള്ളതാണ്. അവരുടെ ഹൃദയം പാതി മുറിഞ്ഞു പോയിരിക്കുകയാണ്.